നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേരളത്തിലെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ റിസർച്ച് അസിസ്റ്റന്റുമാരുടെ 2 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കുള്ള നിയമനമായിരിക്കും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. എലിജിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽസിനാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻസ് ആൻഡ് ടാക്സേഷനിലെ തിരുവനന്തപുരത്താണ് എന്റെ ഓഫീസ്. അവിടെ ആയിരിക്കും ഈ പോസ്റ്റിംഗ് ഉള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പോസ്റ്റിന്റെ പേര് റിസർച്ച് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. 2 ഒഴിവുകളുണ്ട്. ഇതിന് വേണ്ട യോഗ്യത എക്കണോമിക്സിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം 55% മാർക്കോടെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് 1 വർഷത്തേക്കായിരിക്കും. പ്രതിമാസം 25,000 രൂപ സ്റ്റൈപ്പൻഡായിട്ട് അല്ലെങ്കിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൺസോൾട്ടേറ്റ് പേ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എംഫിലോ PhD ഉള്ള ഇലക്ട്രോണിക് എക്കണോമിക്സിലെ എംഫിൽ അല്ലെങ്കിൽ PhD ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ സാലറി ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ലാർജ് ഡാറ്റ സെറ്റ്സ്, ഡാറ്റ അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഉള്ളവർക്ക് അത് ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത് റിപ്പോർട്ട് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉള്ളവർക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ, അവർക്ക് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് മുൻഗണന ലഭിക്കും. അതുപോലെ MS ഓഫീസ് അങ്ങനെയുള്ള ഒക്കെ അറിഞ്ഞിരിക്കുക കഴിഞ്ഞാൽ അതുപോലെ സ്റ്റാറ്റിക്കൽ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുന്ന അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ഇന്ത്യയുടെ പബ്ലിക് ഫിനാൻസസ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബഡ്ജറ്റ്, CAG, RBI അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കുന്നതും ഒരു അഡീഷണൽ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. കാര്യം മനസ്സിലാക്കും. പിന്നെ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നത്, നേരത്തെ നിങ്ങൾ സോഫ്റ്റ് കോപ്പി ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോമിന്റെ സോഫ്റ്റ് കോപ്പി, ഡീറ്റെയിൽ ആയിട്ടുള്ള CV അത് നിങ്ങൾ അതോടൊപ്പം അതിന്റെ കോപ്പിയൊക്കെ എടുത്ത് സ്കാൻ ചെയ്ത് നിങ്ങൾ ഇമെയിലായിട്ട് അയച്ചു കൊടുത്താൽ മതി. careers.gift@gmail.com എന്ന ഇമെയിൽ അയച്ചു കൊടുത്താൽ വളരെ എളുപ്പമാണ്. അപേക്ഷാ ഫീസൊന്നുമില്ല. സെലക്ടഡ് കാൻഡിഡേറ്റ്സിനകത്ത് ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. ഇന്റർവ്യൂ ഓഫ്ലൈൻ ആയിരിക്കും, നേരിട്ട് ഹാജരാകേണ്ടി വരും. ഗിഫ്റ്റിന്റെ ക്യാമ്പസിൽ, തിരുവനന്തപുരത്തുള്ള ഗിഫ്റ്റ് ക്യാമ്പസിലായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ മാത്രമായിരിക്കും ഇന്റർവ്യൂ വിളിക്കുക എന്ന കാര്യം, അവർക്ക് മാത്രമേ ഇമെയിൽ അയക്കുകയുള്ളൂ എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അല്ലാതെ കോൾ ലെറ്റർ ഉണ്ടാവത്തില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇമെയിൽ ID നിർബന്ധമായും നിങ്ങളുടെ ഇമെയിൽ ID മൊബൈലൊക്കെ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്തതിനു ശേഷം അതുപോലെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഹാജരാകണം. ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി 2025 ഒക്ടോബർ 15 ആണെന്ന കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ലഭിക്കുന്ന അപേക്ഷകളൊന്നും സ്വീകരിക്കത്തില്ല. മാത്രമല്ല ഇന്റർവ്യൂ പോകാൻ വേണ്ടി TA ഒന്നും തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് TAD, അത് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ അല്ലെങ്കിൽ ആക്ച്വൽ ബസ് ഫെയർ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിലുള്ള TAD ഇവിടെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർ തീർച്ചയായും ഇതിനെ അപ്ലൈ ചെയ്യാം. ഇമെയിലായിട്ട് വേണം അയക്കുവാൻ. careers.gift@gmail.com എന്ന ഇമെയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒക്ടോബർ 15-നകം. കാരണം നിങ്ങളുടെ ഒരു ബയോഡാറ്റ തയ്യാറാക്കുക. പ്രിസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഒന്നുമില്ല, ഒരു ബയോഡാറ്റ തയ്യാറാക്കുക. അതോടൊപ്പം ആ സർട്ടിഫിക്കറ്റ് കോപ്പീസ് നേരിട്ട് സ്കാൻ ചെയ്ത് ഇമെയിൽ അയച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. MA എക്കണോമിക്സ് 55% മാർക്കോടെ പാസ്സാവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും ഈ വീഡിയോ പൂർണ്ണമായും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.